ദേവികുളം മുൻ എം.എൽ.എ. എസ് രാജേന്ദ്രനെ ബി.ജെ.പി. നേതാക്കൾ സന്ദർശിച്ചു. മൂന്നാർ ഇക്ക നഗറിലെ വീട്ടിലെത്തിയാണ് രാജേന്ദ്രനെ കണ്ടത്. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജെ പ്രമീളാദേവി, മധ്യമേഖലാ പ്രസിഡന്റ് എൻ ഹരി എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു സന്ദർശനം. നന്ദുഷ വിവരങ്ങളുമായിട്ട്. നന്ദുഷ, പലതവണയായി ഇദ്ദേഹം ബി.ജെ.പിയിലേക്ക് പോകുമോ ഇല്ലയോ എന്നുള്ള വാർത്തകൾ വരുന്നു. അവസാനം അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്ന് എസ് രാജേന്ദ്രനെ സ്ഥിരീകരിച്ചതാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ്. ഇപ്പോൾ വീണ്ടും ഈ ചർച്ചയുടെ ലക്ഷ്യം നിവീഷ്, മൂന്നാറിൽ രാഷ്ട്രീയ സംഘർഷങ്ങൾ ഉണ്ടായതിനെ തുടർന്നാണ് ബി.ജെ.പി. നേതാക്കൾ മൂന്നാർ സന്ദർശിച്ചത്. തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ബി.ജെ.പി. പ്രവർത്തകരും ഇതര രാഷ്ട്രീയ പ്രവർത്തകരും തമ്മിൽ മൂന്നാറിൽ വിവിധയിടങ്ങളിൽ രാഷ്ട്രീയ സംഘർഷങ്ങൾ ഉണ്ടായിരുന്നു. നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഇതിൽ പോലീസിന് നൽകിയ പരാതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിലയിരുത്താനാണ് ബി.ജെ.പി. നേതാക്കൾ മൂന്നാറിലെത്തിയതെന്നായിരുന്നു ആദ്യഘട്ടത്തിൽ ഒന്ന് വിശദീകരണം. എന്നാൽ എസ് രാജേന്ദ്രനും ബി.ജെ.പി. നേതാക്കൾ കൂടിക്കാഴ്ച നടത്തിയതും മണിക്കൂറുകൾ നീണ്ട ചർച്ച നടത്തിയതും ഒക്കെ തന്നെ പുതിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ എസ് രാജേന്ദ്രൻ ബി.ജെ.പിയിലേക്ക് പോകുന്നുള്ള തരത്തിൽ അഭ്യൂഹങ്ങൾ നിറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ ഇതാ വീണ്ടും രണ്ട് മുതിർന്ന ബി.ജെ.പി. നേതാക്കൾ എൻ ഹരിയും പ്രമീളാദേവിയും ഒക്കെ തന്നെ എസ് രാജേന്ദ്രന്റെ വീട്ടിലെത്തി സന്ദർശനം നടത്തിയിട്ടുണ്ട്, നീണ്ട ചർച്ച നടത്തിയിട്ടുണ്ട്. എന്നാൽ എസ് രാജേന്ദ്രനും ബി.ജെ.പി. നേതാക്കളും പറയുന്നത് ഇതിൽ രാഷ്ട്രീയമില്ലാത്ത ഒരു കൂടിക്കാഴ്ചയായിരുന്നു, അതല്ലാതെ വ്യക്തിപരമായ ഒരു കൂടിക്കാഴ്ച ആയിരുന്നു എന്ന തരത്തിലായിരുന്നു പ്രതികരണം പുറത്തു വന്നത്. ഏതായാലും എസ് രാജേന്ദ്രന്റെ ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രതികരണം ബി.ജെ.പിയുമായി ബന്ധത്തിൽ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. തെരഞ്ഞെടുപ്പിന് മുൻപ് ഇത്തരത്തിലൊരു വിവാദം ഉയർന്നു വന്നപ്പോൾ ബി.ജെ.പിയിലേക്ക് ഇല്ല എന്ന തരത്തിൽ എസ് രാജേന്ദ്രൻ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഈ പുതിയ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ഇനിയും ലഭ്യമാക്കാനിരിക്കുന്നതേ ഉള്ളൂ. ദിവിഷ്, ശരി. നന്ദുഷയാണ് വിവരങ്ങൾ നൽകിയത്. എസ് രാജേന്ദ്രനുമായാണ് ബി.ജെ.പി. നേതാക്കൾ കൂടിക്കാഴ്ച നടത്തിയത്.